ഒടുവിൽ രാഹുൽ മാങ്കൂട്ടം അഭ്യൂഹങ്ങൾക്കൊക്കെ ഒടുവിൽ രാവിലെ മാധ്യമങ്ങളൊക്കെ രാഹുലിൻ്റെ വീട്ടിൽ പോയി രാഹുലിൻ്റെ വീട് അടച്ചിട്ടിരിക്കുകയാണ്, രാഹുൽ എന്തോ ഒളിവിൽ പോയി എന്നൊക്കെ പറഞ്ഞ് വാർത്ത ഒളിവിൽ പോയതുപോലെയുള്ള വാർത്തകളായിരുന്നു രാവിലെ മുതൽ വന്നുകൊണ്ടിരുന്നത്. രാഹുൽ എവിടെ, രാഹുൽ എവിടെ? അങ്ങനെ അവസാനം രാഹുൽ നിയമസഭയിൽ പ്രത്യക്ഷപ്പെടുന്നു. PV അൻവറിന് അനുവദിച്ച സീറ്റാണ് സ്പീക്കർ രാഹുലിന് നൽകിയത്. കോൺഗ്രസിൻ്റെ ഏറ്റവും കോൺഗ്രസ്സുകാരൊക്കെ ഇരിക്കുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ വരിയിൽ രാഹുൽ ഇരിക്കുന്നു. പെട്ടെന്ന് തന്നെ പ്രതിപക്ഷത്ത് നിന്ന് എഴുതി കൊടുത്ത കുറിപ്പിന് മറുപടി എഴുതി കൊടുത്ത് രാഹുൽ തിരിച്ചിറങ്ങുന്നു. എന്നെ അതിശയിപ്പിച്ചതും അല്ലെങ്കിൽ എനിക്ക് രസകരമായിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കോൺഗ്രസ് നേതാവ് പോലും രാഹുലിൻ്റെ അടുത്ത് പോയി സംസാരിക്കാനോ ഒന്നും മുതിർന്നില്ല. ഇനിയൊരു പണി കിട്ടണ്ട, ഇനിയിപ്പോൾ ഇവനോട് സംസാരിച്ചിട്ട് ഒരു പണി കിട്ടണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഒരു പക്ഷെ ആരും, അല്ലെങ്കിൽ ഞങ്ങളതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു അമർഷോ അല്ലെങ്കിൽ എന്താ അവർ അതിലൂടെ കൺവേ ചെയ്തതെന്ന് അറിയില്ല. എന്തായാലും ആരും സംസാരിക്കാൻ തയ്യാറായില്ല. പക്ഷേ അവിടെയും ഒരു രസകരമായ ഒരു കാര്യം എനിക്ക് തോന്നിയത്, ലീഗ് നേതാക്കന്മാർ പോകുന്നു, അദ്ദേഹത്തോട് സംസാരിക്കുന്നു, രാഹുലിനോട് സംസാരിക്കുന്നു. ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും പ്രശ്നമില്ല, രാഹുലെ ഒന്ന് അറിയിക്കാനാണോ അതോ ഇനിയിപ്പം മറ്റുള്ളവർക്ക് വരാൻ പറ്റാതിരുന്നതിൻ്റെ കാരണം എന്താ സംസാരിച്ചതെന്ന് എന്തായാലും നമുക്കറിയില്ല. പക്ഷേ ലീഗ് നേതാക്കന്മാർ പോയി സംസാരിക്കുന്നത് കാണാം, അവർ പോയി സംസാരിക്കുന്നുണ്ട്. ഏതായാലും ഭയങ്കര രസകരമായ സംഭവങ്ങളാണ് അടുത്ത കാലത്ത് രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ നമുക്കിങ്ങനെ കൗതുകത്തോടെ നോക്കിയിരിക്കാം. ഇനി എന്തായിരിക്കും അതിൻ്റെ ഒരു അപ്ഡേഷൻ, ഇനി അങ്ങോട്ടേക്ക് എങ്ങനെയായിരിക്കും ഇതിനെ കാണുക. രാഹുലിനത് പുതിയ ഒരു പരിചയമില്ലാത്തൊരു കാര്യമാണല്ലോ ആദ്യമായിട്ട് ചെയ്യുന്നത്. പക്ഷേ അയാൾ മാധ്യമങ്ങളോട് പറയുന്നു, ഞാൻ പാർട്ടിക്ക് അതീതനായി 18ാമത്തെ വയസ്സിൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് ജയിലിൽ പോയ ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് സസ്പെൻഷൻ സമയത്ത് ബിഹേവ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ വ്യാജ വാർത്തകൾ മാധ്യമങ്ങൾ കൊടുക്കരുത്, ഞാൻ പാർട്ടിയെ ധിക്കരിച്ചു എന്നതൊരു, ഞാൻ ഇപ്പോഴും കോൺഗ്രസ്സുകാരനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ന്യായീകരിക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും രാഹുലെ ചെയ്തതിനെ തെറ്റാണെന്ന് അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി എന്നൊന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമായിരുന്നു ഇത്. അവിടെ നിന്ന് ഇങ്ങനെ ഉരുണ്ട് പോയതാണ് ഇത്രയും പ്രശ്നത്തിലേക്ക് എത്തിയത്. നമ്മുടെ തെറ്റുകൾ നമ്മൾ തന്നെ മനസ്സിലാക്കുന്നു എന്ന് നമുക്ക് മാത്രം തോന്നിയാൽ പോരാ, അതിനെ നമ്മൾ ജനങ്ങളോട് പറയണം. എനിക്ക് എൻ്റെ തെറ്റുകൾ എനിക്ക് ബോധ്യപ്പെട്ടു, ഇനി എന്നെ ഒന്ന് തിരിച്ചു വരാൻ അനുവദിക്കൂ, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളൊക്കെ വേണം എന്നൊക്കെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി രസമായേനെ.